ഹായ് ഹലോ. ഇപ്പം പതിവ് പോലെ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ അങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. മഴയ്ക്കൊരു കുറവും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളെവിടേക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല, അത്ര ബാധിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഒരുപാട് സ്ഥലങ്ങൾക്ക് വെള്ളപ്പൊക്കമായിട്ടും ഉരുൾപൊട്ടലായിട്ടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാം ശരിയാവട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ചായൻ്റെ കടിയെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ എണീറ്റപ്പം തോന്നി ഇലയട ഉണ്ടാക്കാൻ കേട്ടോ. അത് ഇന്നലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതേ വൈകുന്നേരം കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലത്തെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എന്തൊക്കെ ഇട്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് ഒന്നോ രണ്ടൊക്കെ പരത്തി എടുത്തപ്പോഴേക്ക് തന്നെ മോള് വന്ന് ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. ഒന്ന് സ്കൂളും കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ബാക്കി മോൾ ചെയ്തതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ശർക്കര ഒരുക്കിയിട്ട് ഏലക്കായപ്പൊടിയും ചെറിയ ജീരകവും ചെറിയ ഉള്ളി പിന്നെ തേങ്ങ ആട്ടോ ഇട്ടിട്ടുള്ളത്, കുറച്ച് ആവിയിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആവിയിൽ നമ്മൾ ആവി കയറ്റി എടുക്കുന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പ് ഇതുപോലെ ആവി കയറ്റി എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് നോക്കാം. വേഗം ആവി കയറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയുടെ കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആവികയുടെ വാഴൻ്റെ ഇലയുടെ ആ ഒരു പ്രത്യേക എന്താ പറയുക രുചി ഉണ്ടാവുമല്ലോ. നമ്മൾ സ്കൂളിലൊക്കെ ചോറൊക്കെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ അതൊരു ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ കഴിച്ചവിടെ ഞങ്ങളെല്ലാവരും കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.